PSC റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും കാത്തിരുന്ന നോട്ടിഫിക്കേഷൻ, അതായത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എന്ന പരീക്ഷയുടെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കാറ്റഗറി നമ്പർ 576/2024. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ വിവരങ്ങൾ നോക്കാം. വകുപ്പ് ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ്, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ, അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ് എറണാകുളം, പിന്നെ സ്റ്റേറ്റ് ഓഡിറ്റ് വകുപ്പ്, വിജിലൻസ് ട്രിബ്യൂണൽ, എൻക്വയറി കമ്മീഷണർ ആൻഡ് സ്പെഷ്യൽ ജഡ്ജ് ഓഫീസ്. ഇതിൻ്റെ ഉദ്യോഗപ്പേര് എന്ന് പറയുന്നത് അസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് ഓർ ഓഡിറ്റർ. ഇനി ശമ്പള സ്കെയിൽ എന്ന് പറയുന്നത് 39,300 മുതൽ 83,000 വരെയാണ്. ഒഴിവുകളുടെ എണ്ണം കൃത്യമായി പറഞ്ഞിട്ടില്ല, പ്രതീക്ഷിത ഒഴിവുകൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ വിജ്ഞാപന പ്രകാരം ഏറ്റവും റാങ്ക് ലിസ്റ്റ് പ്രാബല്യത്തിൽ വരുന്ന തീയതി മുതൽ ഏറ്റവും കുറഞ്ഞത് 1 വർഷവും ഏറ്റവും കൂടിയത് 3 വർഷവും ഈ റാങ്ക് ലിസ്റ്റിന് കാലാവധിയുണ്ട്. പക്ഷേ 1 വർഷത്തിന് ശേഷം ഇതേ ഉദ്യോഗത്തിന് പുതിയ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ ആ തീയതി മുതൽ ആ പുതിയ വിജ്ഞാപന പ്രകാരമുള്ള റാങ്ക് ലിസ്റ്റിനെ പ്രാബല്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിന് പ്രാബല്യം ഉണ്ടായിരിക്കില്ല. പക്ഷേ സാധാരണ 3 വർഷമാണ് ഈ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി. പിന്നെ അപ്പോൾ ആ റാങ്ക് ലിസ്റ്റ് പ്രാബല്യത്തിലിരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒഴിവുകളിലേക്ക് മുഴുവൻ ആ ലിസ്റ്റിൽ നിന്ന് തന്നെയായിരിക്കും നിയമനം നടത്തുക. ഇനി ഇതിൻ്റെ നിയമന രീതി നേരിട്ടുള്ള നിയമനമാണ്. പ്രായപരിധി എന്ന് പറയുന്നത് 18 മുതൽ 36 വയസ്സ് വരെയാണ്. അതായത് 2/1/1988 1/1/2006 ഇടയിൽ ജനിച്ചവരായിരിക്കണം. അതായത് 2 തീയതികൾ ഉൾപ്പെടെ. പിന്നെ ബാക്കി മറ്റു പിന്നോക്ക സമുദായത്തിൽപ്പെട്ടവർക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ളവർക്കും ഒക്കെ നിയമാനുസൃത ഇളവുകൾ പതിവ് പോലെ ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ യോഗ്യതകൾ എന്ന് പറയുന്നത് ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ലഭിച്ച ഏതെങ്കിലും വിഷയത്തിൽ ലഭിച്ച ബിരുദം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത. അപ്പോൾ അതായത് UGC അംഗീകൃതമായിട്ടുള്ള ഏത് കോഴ്സുകളായാലും, അതായത് ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയായിട്ടുള്ള അല്ലെങ്കിൽ പ്രൊഫഷണൽ വിദ്യാഭ്യാസ യോഗ്യതയായിട്ടുള്ള ബിരുദക്കാർക്കൊക്കെ അപേക്ഷിക്കാം. അപ്പോൾ UGC അംഗീകാരമുള്ള സർവകലാശാലകളിൽ നിന്നുള്ള ബിരുദമാണ്. കേരളത്തിന് പുറത്തുനിന്നായാലും ഈ UGC അംഗീകാരമുള്ളതായിരിക്കണം. പബ്ലിക് സർവീസ് കമ്മീഷൻ സ്പെഷ്യൽ റൂൾസിൽ നിർദ്ദേശിക്കുന്ന യോഗ്യതകൾക്ക് ഉള്ളവരായിരിക്കണം. അപ്പോൾ ഉയർന്ന യോഗ്യതയുള്ളതൊക്കെ സ്വീകരിക്കുന്ന ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ആ യോഗ്യത സംബന്ധിച്ച സർക്കാർ ഉത്തരവുകൾ കമ്മീഷൻ ആവശ്യപ്പെടുന്ന സമയത്ത് ഹാജരാക്കേണ്ടതാണെന്നാണ് പറയുന്നത്. പിന്നെ അപേക്ഷ സമർപ്പിക്കേണ്ട രീതി എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ www.keralapsc.gov.in ആ രജിസ്ട്രേഷൻ ഒറ്റത്തവണ രജിസ്ട്രേഷൻ ആ സൈറ്റ് വഴി ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രകാരം ആദ്യം രജിസ്റ്റർ ചെയ്തതിന് ശേഷമേ അപേക്ഷിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ അവർക്ക് അവരുടെ യൂസർ ID-യും പാസ്വേഡൊക്കെ കിട്ടും. അങ്ങനെ അത് ലോഗിൻ ചെയ്ത് സ്വന്തം പ്രൊഫൈലിലൂടെ നമുക്ക് അതിൽ നോട്ടിഫിക്കേഷൻ ലിങ്ക് കാണാം. അപ്പോൾ അതിൽ അപ്ലൈ നൗ എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യാൻ, അങ്ങനെയാണ് നമ്മൾ അപേക്ഷിക്കേണ്ടത്. ഇവിടെ അപേക്ഷാ ഫീസ് ഒന്നുമില്ല. അപ്പോൾ ആ പറയുന്ന യോഗ്യതകൾ ഉള്ളവർക്കൊക്കെ നമുക്ക് ഇത് അപേക്ഷിക്കാനും സാധിക്കും. പിന്നെ ആ പാസ്വേഡൊക്കെ രഹസ്യമായി സൂക്ഷിക്കുക. പിന്നെ ഈ അപേക്ഷിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സോഫ്റ്റ് കോപ്പി, അതായത് മൈ ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ അപ്ലൈ ചെയ്തതിൻ്റെ പ്രിൻ്റ് ഔട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ അത് നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് വെക്കണം. കാരണം ഈ പബ്ലിക് സർവീസ് കമ്മീഷനായിട്ടുള്ള കത്തിടപാടുകൾക്കൊക്കെ ഈ പ്രിൻ്റ് ഔട്ട് കൂടി സമർപ്പിക്കേണ്ടതാണ്. അപ്പോൾ അത് വളരെ അതായത് പിന്നെ ഭാവിയിൽ ഉപയോഗത്തിനൊക്കെ ഈ ഓൺലൈൻ അപ്ലൈ ചെയ്തതിൻ്റെ സോഫ്റ്റ് കോപ്പി അല്ലെങ്കിൽ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കുക തന്നെ വേണം. പിന്നെ പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്യുന്നവരാണെങ്കിൽ 6 മാസത്തിനുള്ളിൽ എടുത്ത ഫോട്ടോ അപ്ലോഡ് ചെയ്യണം പ്രൊഫൈലിൽ. പിന്നെ ആ ഫോട്ടോയിൽ ഉദ്യോഗാർത്ഥിയുടെ പേരും ഫോട്ടോ എടുത്ത തീയതിയും വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ടാവണം. പിന്നെ ഒരിക്കൽ അപ്ലോഡ് ചെയ്ത ഫോട്ടോയ്ക്ക് 10 വർഷക്കാലത്തേക്ക് പ്രാബല്യം ഉണ്ടാവും. പിന്നെ അതുപോലെ വിദ്യാഭ്യാസ യോഗ്യത, പരിചയം, ജാതി, വയസ്സ് അതൊക്കെ തെളിയിക്കാനുള്ള രേഖകൾ ആ വെരിഫിക്കേഷൻ്റെ സമയത്ത് ഹാജരാക്കിയാൽ മതിയാവും. ഇനി ഇതിന് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ തിരഞ്ഞെടുപ്പ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ OMR പരീക്ഷ ആണ് നടത്തുന്നത്. അത്
2 ഘട്ട പരീക്ഷയാണ്. പ്രിലിമിനറി എക്സാമിനേഷൻ ഉണ്ട്, അതിൽ ഒറ്റ പേപ്പറാണ്. അത് ഒബ്ജക്റ്റീവ് മൾട്ടിപ്പിൾ ചോയ്സ് പേപ്പറായിരിക്കും. 1 മണിക്കൂറും 15 മിനിറ്റുമാണ് അതിൻ്റെ സമയദൈർഘ്യം. അതിൽ ഉണ്ടാവുന്നത് ഇംഗ്ലീഷ് ഉണ്ടാവും, പിന്നെ മലയാളം, തമിഴ്, കന്നഡ ഏതെങ്കിലും ഒരു പ്രാദേശിക ഭാഷയിലുള്ള ചോദ്യങ്ങളുണ്ടായിരിക്കും. അതിൻ്റെ ഡീറ്റെയിൽഡ് സിലബസൊക്കെ ജനുവരി 1-ാം തീയതിയിലത്തെ ആനുവൽ ടെൻറ്റേറ്റീവ് എക്സാമിനേഷൻ പ്രോഗ്രാമിൽ PSC പബ്ലിഷ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ രണ്ടാമത് മെയിൻ എക്സാമിനേഷൻ ഉണ്ടാവും. അതിന് 2 പേപ്പർ ഉണ്ടാവും. അത് പേപ്പർ 1 അതും ഒബ്ജക്റ്റീവ് മൾട്ടിപ്പിൾ ചോയ്സ് ആണ്. 1.5 മണിക്കൂർ സമയമുള്ളത്. അതും ഈ പറഞ്ഞ പോലെ ഇംഗ്ലീഷ്, പിന്നെ മലയാളം, തമിഴ്, കന്നഡ ഏതെങ്കിലും പ്രാദേശിക ഭാഷയിൽ നിന്നുള്ള ചോദ്യങ്ങളുണ്ടാവും. പിന്നെ അതിൽ മെയിൻ എക്സാമിനേഷൻ്റെ രണ്ടാമത്തെ പേപ്പറിൽ അതും ഒബ്ജക്റ്റീവ് മൾട്ടിപ്പിൾ ചോയ്സ് തന്നെയാണ്. അതും 1.5 മണിക്കൂർ തന്നെയാണ് പരീക്ഷ ടൈം. ഇംഗ്ലീഷും പിന്നെ മലയാളം, തമിഴ്, കന്നഡ ഏതെങ്കിലും പ്രാദേശിക ഭാഷയിൽ നിന്നുള്ള ചോദ്യങ്ങളുണ്ടാവും. അപ്പോൾ ഇതിൻ്റെയൊക്കെ സിലബസ് ജനുവരി 1-ാം തീയതിയാണ് PSC എക്സാമിനേഷൻ പ്രോഗ്രാമിൽ പബ്ലിഷ് ചെയ്യുന്നതാണ് അറിയിച്ചിരിക്കുന്നത്. പിന്നെ ഇതിൽ അപേക്ഷയിൽ അവകാശപ്പെട്ട ജാതി സമുദായം SLC ബുക്കിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് വ്യത്യാസമാണെങ്കിൽ അതിൻ്റെ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ജാതി സർട്ടിഫിക്കറ്റിനോടൊപ്പം ജാതി വ്യത്യാസം സംബന്ധിച്ച ഗസറ്റ് വിജ്ഞാപനം കൂടി വെരിഫിക്കേഷൻ സമയത്ത് ഹാജരാക്കണം. അപ്പോൾ ഇതിൻ്റെ വെബ്സൈറ്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, www.keralapsc.gov.in എന്നുള്ളതാണ്. ഇതിൻ്റെ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 29/1/2025 ബുധനാഴ്ച അർദ്ധരാത്രി വരെയാണ്. അപ്പോൾ യോഗ്യതയുള്ള എല്ലാവരും ഇതിന് അപേക്ഷിക്കുക. അപ്പോൾ നല്ലൊരു ഇതാണ്. അപ്പോൾ നിലവിലുള്ള റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി ഏകദേശം പകുതി പിന്നിട്ടിട്ടുണ്ട്. ഇനി പകുതിയും കൂടി ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഇതുവരെ 419 നിയമന ശുപാർശകളാണ് നടന്നിട്ടുള്ളത്. പരീക്ഷയ്ക്ക് ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് പരീക്ഷയ്ക്ക് ഇത്രയ്ക്കധികം പ്രാധാന്യം വരാനുള്ളത് വെച്ചാൽ ഞാൻ അതിൻ്റെ സ്കെയിൽ ഓഫ് പേ വായിച്ചുല്ലോ. സ്കെയിൽ ഓഫ് പേ എന്ന് പറയണത് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. സ്കെയിൽ ഓഫ് പേ 39,300 മുതൽ 83,000 വരെയാണ് അതിൻ്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത്. അതായത് തിരക്കേടില്ലാത്ത നല്ല ശമ്പളമാണ്. അത് മാത്രമല്ല നല്ല വകുപ്പ് തല സ്ഥലം മാറ്റങ്ങൾ, സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് സെക്രട്ടേറിയറ്റ് സർവീസിൻ്റെ ഏറ്റവും വലിയ മേന്മകളിലൊന്നെന്ന് പറയുന്നത് അതിൻ്റെ ഫ്ലെക്സിബിലിറ്റി തന്നെയാണ്. അതായത് ഈ സർവീസിൽ ഏത് വകുപ്പിൽ ജോലിയിൽ പ്രവേശിക്കുകയാണെങ്കിലും പരസ്പരം സമ്മതത്തോടെ വകുപ്പ് മാറി നമുക്കിഷ്ടമുള്ള വകുപ്പിലേക്ക് എത്താം. അതായത് അന്തർവകുപ്പ് സ്ഥലമാറ്റം എന്ന ഓപ്ഷനും ഉണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ സെക്രട്ടേറിയറ്റിൽ നിയമനം ലഭിക്കുന്ന പക്ഷം PSCയിലേക്കോ അതുപോലെ സ്റ്റേറ്റ് ഓഡിറ്റിലേക്കൊക്കെ മാറ്റം വാങ്ങി സ്വന്തം ജില്ലയിൽ എത്തി ജോലി നോക്കാം. പിന്നെ പരസ്പര ഉള്ള അന്തർവകുപ്പ് സ്ഥലമാറ്റങ്ങൾക്ക് 1 വർഷം നിശ്ചിത എണ്ണം എന്ന നിയന്ത്രണങ്ങളൊന്നുമില്ല. എന്നാൽ അന്തർവകുപ്പ് സ്ഥലമാറ്റങ്ങൾക്ക് ഓരോ വർഷവും വകുപ്പിലുണ്ടാകുന്ന ഒഴിവുകളിൽ നിശ്ചിത ശതമാനം എന്ന രീതിയിൽ അത് നിജപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് പരീക്ഷയ്ക്കുള്ള ഏറ്റവും കൂടുതലുള്ള മേന്മകൾ എന്ന് പറയാനുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, നമ്മളിവിടെ വായിച്ചു കഴിഞ്ഞു 2 പേപ്പർ ഉണ്ട് എന്നുള്ളതൊക്കെ. അപ്പോൾ നല്ല രീതിയിൽ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് OMR പരീക്ഷ തന്നെയാണ്. ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ്, അതായത് വിവരണാത്മക ടൈപ്പ് പരീക്ഷകളില്ല. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പഠിച്ച് നിങ്ങൾക്ക് ഇത് നേടാവുന്നതുമാണ്. ഇതിൻ്റെ പരീക്ഷയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം, അതായത് ഇപ്പോൾ ജനുവരി 29 വരെയാണല്ലോ ഇതിൻ്റെ അപേക്ഷ സ്വീകരിക്കണ അവസാന തീയതി. അങ്ങനെ വരുമ്പോൾ ഏകദേശം ഒരു മെയ് മാസത്തോട് കൂടിയിട്ട് ഇതിൻ്റെ പ്രിലിമിനറി പരീക്ഷ നടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം. ആ പ്രിലിമിനറി പരീക്ഷ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാർക്ക് കണക്കാക്കില്ല, അതൊരു സ്ക്രീനിങ് ടെസ്റ്റ് പോലെയാണ്. അത് പാസ്സായവർക്ക്, അതായത് ആ നിശ്ചിത കട്ട് ഓഫ് ഉണ്ടാവും. ആ കട്ട് ഓഫ് പ്രകാരമുള്ള ഇതിനെത്തിയവർക്ക് മെയിൻ പരീക്ഷ ആ 2 പേപ്പർ എഴുതാവുന്നതാണ്. അപ്പോൾ ആ മെയിൻ പരീക്ഷയുടെ മാർക്ക് അനുസരിച്ചായിരിക്കും റാങ്ക് ലിസ്റ്റ് ഇടുക എന്നാണ് അറിയാൻ കഴിഞ്ഞത്. റാങ്ക് ലിസ്റ്റ് നിലവിൽ വരിക എന്നുള്ളത്. അപ്പോൾ അതിൽ നല്ലപോലെ പഠിച്ച്, അപ്പോൾ ഈ പ്രിലിമിനറി ഘട്ടം കടന്നു കിട്ടിയാലല്ലേ ഇതാവുള്ളൂ. അപ്പോൾ ആ പ്രിലിമിനറി ഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഒരു 6 മാസത്തോളം പിടിക്കുമായിരിക്കും. സാധാരണ രീതിയിലൊക്കെ അങ്ങനെ കുറച്ച് കാലതാമസം ഉണ്ടാവാറുണ്ട്. അപ്പോൾ മാക്സിമം ഒരു 6 മാസ കാലാവധിക്കുള്ളിൽ ഇതിൻ്റെ മെയിൻ എക്സാമിനേഷനും
നടക്കുമെന്ന് കരുതുന്നു. അപ്പോൾ ഇതിന് അപേക്ഷിക്കാൻ താല്പര്യമുള്ളവരൊക്കെ നല്ല രീതിയിൽ ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങുക. പ്രിലിമിനറി കഴിഞ്ഞ് മെയിൻ പരീക്ഷയ്ക്കുള്ള പ്രിപ്പറേഷനും ഇതിൻ്റെ കൂടെ തന്നെ നടത്തുക. കാരണം ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ, സിലബസ് നമുക്ക് ഏകദേശം നാളത്തോടുകൂടി അറിയാൻ കഴിയും. പിന്നെ ഇത് മാത്രമല്ല, അതുകൂടാതെ നിങ്ങൾ വേറെയും പല ജോലികളുടെ സിവിൽ എക്സൈസ് ഓഫീസർ, അതുപോലെ പോലീസ് സബ് ഇൻസ്പെക്ടർ, അങ്ങനെയുള്ള ഒരുപാട് വകുപ്പുകളിലേക്ക് PSC വിജ്ഞാപനം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നോക്കി നിങ്ങളുടെ പ്രൊഫൈലിൽ നോക്കി വേഗം അപ്ലൈ ചെയ്ത് ഈ 2025 വർഷം തന്നെ ഏതെങ്കിലും ഒരു ജോലിയിൽ, ഇപ്പോൾ LDCക്കൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളവർക്കാണെങ്കിൽ അതിൻ്റെ തുടർച്ചയായിട്ട് തന്നെ LDC ഇപ്പോൾ സെക്രട്ടേറിയറ്റ് OA നടക്കുന്നുണ്ട്, LGS ഇപ്പോൾ കഴിഞ്ഞു, LDC പരീക്ഷ കഴിഞ്ഞു, അതുപോലെ സെക്രട്ടേറിയറ്റ് OA, ലാബ് അസിസ്റ്റൻ്റ് ആ പരീക്ഷയൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കൊക്കെ അതിൻ്റെ തുടർച്ചയായിട്ട് തന്നെ ഇത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ അതിൻ്റെ, കാരണം അതിനൊരു തുടർച്ചയുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഈ 2025 തന്നെ ഏതെങ്കിലും ഉദ്യോഗത്തിൽ നിങ്ങൾക്ക്, കാരണം ഇപ്പോൾ നിങ്ങൾ ഇത് മറക്കാണ്ട് നോക്കണം, വളരെ ശ്രദ്ധാപൂർവ്വം നോക്കണം. കാരണം നിങ്ങൾ പ്രൊഫൈലിൽ നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെ ജോലികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ അതിനൊക്കെ അപ്ലൈ ചെയ്യുക. കാരണം അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് പഠിച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ 2025 ഏതെങ്കിലും ഒരു PSC ജോലിയിൽ തീർച്ചയായിട്ടും കയറിപ്പറ്റാൻ സാധിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക. ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നോട്ടിഫിക്കേഷനുകളൊക്കെ, അതുപോലെ എക്സാമിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീ, അതുപോലെ ഫൈനൽ ആൻസർ കീ, അങ്ങനത്തെ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതാണ്. ഓക്കെ, താങ്ക് യു.